ഈ വീഡിയോയിൽ നോഫാപ്പ് ചലഞ്ചിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി മാറാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സക്സസ് ഫെയിലിയർ എന്നുള്ളതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നോഫാപ്പിന്റെ കാര്യത്തിൽ സക്സസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം റിലാപ്സ്ഡ് ആവുകയാണെങ്കിൽ അയ്യോ തീർന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇരിക്കാതെ അടുത്ത പ്രാവശ്യം ഞാൻ എന്താണോ എന്നെ വീഴ്ത്തിയത് അതിനെ കറക്റ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരും എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. ഇതാണ് നോഫാപ്പിന്റെ കാര്യത്തിൽ സക്സസിന്റെ ആദ്യ പടി എന്നുള്ളത്. കാരണം പല ആളുകളും ഒരു പ്രാവശ്യം ഫെയിലായി, പല പ്രാവശ്യം ഫെയിലായി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഫെയിലായത് എന്നുള്ള കാര്യം കറക്റ്റ് ചെയ്യാതെ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ അങ്ങനെ തന്നെ വിടുന്ന ആളുകളാണ്. നിങ്ങൾ ഇപ്പോഴും എങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറാം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും അതിനുള്ള പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഒരു സക്സസ് മൈൻഡ് സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാനൊക്കെ നോഫാപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്. പിന്നീട് ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഫാക്ടർ വന്ന് ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ആവാൻ തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ എന്നുള്ളത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരു ചെടി വളരാനാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു സമയം നമ്മൾ അലോക്കേറ്റ് ചെയ്യുക തന്നെ വേണം. ചിലർ നോഫാപ്പ് എടുത്ത് 10 ദിവസം 15 ദിവസം കഴിഞ്ഞു എനിക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കാതെ മനസ്സിനൊന്ന് ശാന്തമായിട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോഫാപ്പ് കാരണം എന്തൊക്കെയാണോ ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വീട് പൊങ്ങി വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒരു ചെടി മരമായിട്ട് മുളയ്ക്കാനും അതിൻ്റെതായിട്ടുള്ള സമയം എന്നുള്ളത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോഫാപ്പിന്റെ കാര്യത്തിൽ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനായിട്ട് ഒരു സമയം അലോക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. തേർഡ് വൺ, ഡിസ്ട്രാക്ഷൻ ഫ്രീ ലൈഫ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയിട്ട് എടാ ഞാൻ ഇതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് മാറണം എന്ന് പറയുകയാണെങ്കിൽ ഈവൻ അവന് പോലും നിങ്ങളെ പല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം, അവന് നിങ്ങളെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതില്ല. കാരണം അവര് തന്നെ അത്രയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവിറോൺമെന്റ് എന്നുള്ളതും ഡിസ്ട്രാക്ഷൻ ഫ്രീ ലൈഫ് എന്നുള്ളതും നിങ്ങൾക്ക് എന്തൊക്കെ കട്ട് ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും കട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. പല വ്യക്തികളെ കട്ട് ചെയ്യുന്നതിലൂടെ ആവാം, പല മൊബൈൽ ആപ്സ് കട്ട് ചെയ്യുന്നതിലൂടെ ആവാം, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കട്ട് ചെയ്യുന്നതിലൂടെ ആവാം. കട്ടിങ് ഈസ് ദ വേ ടു ഡിസ്ട്രാക്ഷൻ ഫ്രീ ലൈഫ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് ചെറിയൊരു അഡൽട്ട് രീതിയിലുള്ള കുറച്ച് ഇമേജസ് കാണുകയാണ്, നിങ്ങൾ അതിന് ലൈക്കോ ഷെയറോ നിങ്ങൾ എന്തോ ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് അത്തരത്തിലുള്ള വിഷ്വൽസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അത് കാരണം നിങ്ങൾ കൂടുതൽ അത് വേറൊരു ലോകമാണ്, അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ലോകത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്യണ്ട, ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്നുള്ള ഓപ്ഷൻ യൂട്യൂബിലും ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള പല വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ പോലും നിങ്ങൾ ഉണ്ടാവും. അവർ പല അഡൾട്ട് വീഡിയോസും പല ഡബിൾ മീനിങ് വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ അയച്ചു തരുന്നുണ്ടാവും. അതില് നിങ്ങൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനും അവരെ പോലെ തന്നെ എൻ്റെയും മൈൻഡും ഒരു ഡസ്റ്റ് ബിന്നാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അല്ല ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ് നിങ്ങൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതും കട്ട് ഡൗൺ ചെയ്തേക്കുക. മെന്റലി നിങ്ങൾക്ക് ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് തന്നെ ആവണം. ഇനി നിങ്ങൾ ഇതിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി ഒരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ 21 ദിവസത്തെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ 21 ദിവസം കൊണ്ട് നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും ഗൾഫിലോ നാട്ടിലോ എവിടെ
താമസിക്കുന്ന, എന്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പാകത്തിലാണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വെറുതെ നമ്മൾ ChatGPT നോക്കിയിട്ടോ മറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. ഇതിൽ നിന്നൊക്കെ ഒരുപാട് 3000-ലധികം ക്ലയൻസിനെ റിക്കവർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് പ്രോഗ്രാം ആണ്. ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു പെയ്ഡ് പ്രോഗ്രാം തന്നെയാണ്. ഇതിനൊരു ഫീസ് എന്നുള്ളതും വരുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മാറ്റത്തിന്റെ കാര്യത്തിൽ സീരിയസ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തേക്കുക. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകുന്നുണ്ട്. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, എത്ര പ്രാവശ്യം നിങ്ങൾ വീണാലും എന്തുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഫെയിലായി എന്നുള്ള കാര്യം ചിന്തിച്ച് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് വരിക. സെക്കൻഡ് വൺ എന്നുള്ളത് ഒരു ടൈം എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക. തേർഡ് വൺ, ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവിറോൺമെന്റ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഗൈഡൻസിൽ നിങ്ങൾ ഇത് എത്ര ശ്രമിച്ചിട്ടോ ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഞാൻ ഒന്നുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകിയിട്ടുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.